എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് മോട്ടിവേഷൻ വ്ളോഗാണ്. ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. എന്തായാലും എനിക്കിന്ന് വീടൊന്ന് ഡീപ്പായിട്ടൊന്ന് ഹോളും ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഇതുപോലെയല്ല കേട്ടോ ക്ലീൻ ചെയ്യാറ്. ഡെയിലി അടിച്ചു വരാറുണ്ട്. പക്ഷേ ഫ്ലോറ് ഞാൻ 2 ദിവസം കൂടി മാത്രമേ തുടയ്ക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാം ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ കൂടി എടുത്തേക്കാന്ന്. അങ്ങനെ എടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഹസ്ബൻഡൊക്കെ ഓഫീസിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റേതായ കാര്യങ്ങളിലോട്ട് കടക്കും കേട്ടോ. ഒന്ന് ഫ്രഷ് ആവും. അതിനുശേഷം എന്തെങ്കിലും ഡീറ്റോക്സ് വാട്ടർ അങ്ങനെ എന്തെങ്കിലും കുടിക്കും. പിന്നെ ഇത്തിരി സമയം റീൽസും ഷോർട്സൊക്കെ കണ്ടിരിക്കും. എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ക്ലീനിങ്ങിലോട്ട് കിടക്കാറ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ക്ലീനിങ് ലിക്വിഡ് തന്നെയാണ് കേട്ടോ. അത് ഞാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഇത്തിരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ക്ലീനിങ് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കും. ഇനി ഇതില്ലാത്തവർക്ക് ഞാൻ നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനമാണ് വിനാഗിരിയും അതുപോലെ കുറച്ച് ഷാമ്പുവും പിന്നെ നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡും മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലീനിങ് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു ഫ്രഷ് സ്മെല്ലും വരും. അതേപോലെ എല്ലായിടത്തും നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സൊല്യൂഷൻ ഈ കയ്യിലില്ലാത്തവർക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ആദ്യം തന്നെ സാധാരണ ഞാൻ ക്ലീൻ ചെയ്യാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാറ് നമ്മുടെ ഹാളിൽ നിന്നാണ്. പക്ഷേ ഇന്ന് ഷേത്തു രാവിലെ തന്നെ ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഷേത്തു ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡ്റൂമിൽ നിന്ന് തന്നെ നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ആദ്യം തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ എന്തെങ്കിലും വെളിച്ചം വരുന്ന ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഓപ്പൺ ചെയ്തിടുക കേട്ടോ രാവിലെ തന്നെ. അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും തരും. നമ്മുടെ വീട്ടിലേക്ക് വെളിച്ചം തരാനുള്ള നല്ലൊരു വഴിയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കർട്ടൻ പതുക്കെ കയറ്റിയിടുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വെളിച്ചം നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരും. എൻ്റെ ഈ ഒരു ബെഡ്റൂമിൽ മാത്രമേ വിൻഡോ ഉള്ളൂ. ബെഡ്റൂമിലുണ്ട്, പിന്നെ 2 ബെഡ്റൂമിലുണ്ട്, പിന്നെ കിച്ചണിലും ഉണ്ട് വിൻഡോ. ഹാളിൽ വിൻഡോ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഹാളിൽ എൻ്റെ വെളിച്ചം കുറവാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബെഡ്റൂമിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വെളിച്ചം നമുക്ക് ഉള്ളിലോട്ട് കിട്ടും. പിന്നെ ഉള്ളത് എൻ്റെ ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ട ദിവസമാണ്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ദിവസമാണെന്ന്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ട ദിവസമാണെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിമുട്ടി മാറ്റിയിടാം കേട്ടോ. എന്നും ഡെയിലി രാവിലെ തന്നെ നമ്മൾ കിടന്ന ഭാഗങ്ങളും അതേപോലെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാങ്കറ്റൊക്കെ ആയാലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുട്ടി വിരിച്ചിട്ട് അത് വൃത്തിയിൽ ഒന്ന് നമ്മൾ മടക്കി വെക്കും കേട്ടോ. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ബെഡ്റൂമിൽ കയറാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഒരു പോസിറ്റീവ് എനർജിയും അത് ചെയ്യാൻ തന്നെ നമുക്ക് വേറെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ആ ഒരു ബെഡ്റൂമിലേക്ക് കയറുന്ന സമയത്തൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഡെയിലി എല്ലാവരും ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് നല്ലൊരു എനർജി തരും കേട്ടോ. വീടിൻ്റെ ഉള്ളിലും വീട്ടിലോട്ട് ആരെങ്കിലും കയറി വരികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം എന്നുള്ളത് നല്ല നീറ്റായിട്ട് കിടക്കും. ഇനി നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കട്ടിലിനോട് ബെഡിനോട് ചേർന്നിട്ടുള്ള സൈഡ് ടേബിളൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ്. ഇതുപോലെ പുറമേ കാണുന്ന ഭാഗങ്ങൾ നമ്മൾ ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്തിട്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ജോലി ഉള്ളതായിട്ട് തോന്നില്ല കേട്ടോ. ഇതിപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഉണ്ടാവുക നമ്മുടെ ചെരുപ്പുകൾ, അവരുപയോഗിക്കുന്ന ഷൂസ്. എൻ്റെ വീട്ടിലൊക്കെ അതാണ് കേട്ടോ കൂടുതലായിട്ടുണ്ടാവുക. ചെരുപ്പുകൾ, അവരുപയോഗിക്കുന്ന ടോയ്സൊക്കെ നിലത്തുണ്ടാവും. നമ്മൾ എത്ര അടുക്കി പെറുക്കി വെച്ചെന്ന് കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ കൊണ്ട് അത് വീണ്ടും അതുപോലെ തന്നെ കിടക്കും. അതുകൊണ്ട് അത് നമ്മൾ കാണുന്ന സമയത്ത് എടുത്ത് വയ്ക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ജോലിയുള്ളത് പോലെ തോന്നും. അപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്ത് തീർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഈ ഒരു സൈഡ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. ഇവിടെ ഇപ്പോൾ മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലേ ഉണ്ടല്ലോ, ക്ലേ അതുപോലെ സ്ലൈമൊക്കെ ഷേത്തു അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് വെള്ളമൊക്കെ ചേർത്തിട്ട്. അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ് കേട്ടോ. ഇനിയുള്ള പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ടോയ്സൊക്കെ ഫ്ലോറിലൊക്കെ ഉണ്ടാവും. അതൊക്കെ അടുക്കി പെറുക്കി നിങ്ങൾ ഏത് സ്ഥലത്താണോ വെക്കാറ് അതിൻ്റേതായ കറക്റ്റ് സ്ഥലത്ത് വയ്ക്കുക എന്നുള്ളതാണ്.
ഇതുപോലെ ഫ്ലോറിൽ കാണുന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് ഒരു ഭാഗത്തോളം നമുക്കൊന്ന് ഒതുങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് അടിച്ചു വാരാനും അതുപോലെ തുടയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഷേത്തുവിൻ്റെ ടോയ്സൊക്കെ ഞാനിതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഇട്ട് വയ്ക്കാറ്. അത് ആ ഒരു ബോക്സിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഇനിയുള്ള നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലീൻ ആയിട്ടൊന്ന് അടിച്ചു വാരുക എന്നുള്ളതാണ് കേട്ടോ. അടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ചൂലെത്തുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് പൊടി തട്ടി നമ്മുടെ കട്ടിൻ്റെ അടിയിലുള്ള ഭാഗമൊക്കെ ഉണ്ടെന്നുണ്ടല്ലോ. ഇതിപ്പോൾ വിൻഡോൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് എൻ്റെ കട്ടിലിൻ്റെ അടിയിലുള്ള ഭാഗത്തൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടിയുടെ അടിയിൽ ഭാഗത്തൊക്കെ നന്നായിട്ട് തട്ടിയിട്ട് ഞാനൊന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അടിച്ചു വാരിയതിന് ശേഷം വേണം നമുക്ക് നന്നായിട്ട് ഫ്ലോർ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷേതു ഇത് ഞാൻ എത്ര ക്ലീൻ ആക്കിയിട്ടാലും അവളുടെ അടുത്ത പരിപാടിയിലോട്ട് നീങ്ങാനുണ്ടോ. ടോയ്സൊക്കെ അത്യാവശ്യം വീണ്ടും ബെഡിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കുട്ടികളാകുന്ന സമയത്ത് അതെന്തായാലും ചെയ്യും. പക്ഷെ നമ്മുടെ ക്ലീനാക്കുന്ന ഡ്യൂട്ടി എന്നുള്ളത് നമ്മുടേതാണ്. അപ്പോൾ ആ ഒരു ക്ലീനാക്കുന്ന ഡ്യൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഈ ഒരു മെയിൻ ബെഡ്റൂമിൽ 2 സൈഡ് ടേബിളാണ് കേട്ടുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. പിന്നെ രണ്ടാമത്തെ സൈഡ് ടേബിളും ഞാനിതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അവിടെ അത്യാവശ്യം ലച്ചു അത്യാവശ്യം വരയ്ക്കും കേട്ടോ. അപ്പോൾ ലച്ചുവിൻ്റെ ക്യാൻവാസും കാര്യങ്ങളൊക്കെയാണ് അവളവിടെ വെച്ചിട്ടുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ്. ബെഡ്റൂം അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ടെന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഹോളിലോട്ട് വരാം കേട്ടോ. ഹോള് ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരവസ്ഥയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഷേത്തുവിൻ്റെ എല്ലാ ടോയ്സും ഞാൻ ഓരോന്നായിട്ട് പെറുക്കി എടുത്തിട്ട് ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് ബോക്സിലോട്ട് ഇട്ട് വയ്ക്കാൻ കേട്ടോ. അടുത്തതായിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഹോളിലുള്ള ടേബിൾ തുടച്ചെടുക്കുക എന്നുള്ളതാണ്. മോളും ഹസ്ബൻഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ ഒരു ടേബിൾ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടേബിളിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സൈഡിലൊന്ന് അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. ആ ഒരു ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹോളിലോട്ട് തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല നീറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹോളൊക്കെ അടിച്ച് വരുന്നതിന് മുന്നേ ഈ ഒരു ടേബിളൊക്കെ ഒന്ന് തട്ടിയിട്ട് ആ ഒരു പൊടിയും വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ താഴെ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സോഫയുടെ കവറൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. സോഫയുടെ കവറൊക്കെ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. ലൈറ്റ് കളറായതുകൊണ്ട് ഒരു 2 ആഴ്ച കൂടുന്ന സമയത്ത് ഞാനിത് മാറ്റിയിടും. കാരണം പിള്ളേർ ഒരു ചെറിയ ചോക്ലേറ്റ് തിന്നാൽ പോലും അതിൽ കാണാനുണ്ടാവും. ഈ ഒരു കവർ ഈ സോഫയുടെ ബാക്കിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് അഴിച്ച് മാറ്റുക, അതുപോലെ സോഫയുടെ കവർ വീണ്ടും ഇതിലേക്ക് ഇടുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. സോഫയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് നീക്കിയിട്ട് വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സ്ലൈഡിങ് സോഫയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പണിയുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് ലൈറ്റ് കളറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവുകയും ചെയ്യും. പക്ഷേ ഇത് എത്രത്തോളം നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം രീതിയിൽ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അത്രയും അഴുക്ക് പിടിച്ചാൽ മാത്രമേ ഇത് കവർ മാറ്റി ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ ഇതൊക്കെ നന്നായിട്ട് അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഇടുക എന്നുള്ളതാണ്. ഇനി നമുക്ക് സോഫയിൽ ഇതുപോലെ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവർ കഴിക്കുന്ന പൊടികളോ കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ എന്തെങ്കിലും വേസ്റ്റൊക്കെ സോഫയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് നമ്മൾ അടിച്ച് വരുന്നതിന് മുന്നേ ഇതുപോലെ അങ്ങോട്ട് ഒരു സോഫയുടെ കവറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് തട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി ഒരു സോഫയുടെ കവർ കൈയോടെ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അവിടെ വെച്ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് മറന്നു പോവുകയും ചെയ്യും. അതങ്ങനെ തന്നെ അവിടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ കൈയോടെ വാഷിംഗ് മെഷീനിലോട്ട് ഈ ഒരു കവർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഹോളൊന്ന് അടിച്ച് വാരി എടുക്കാം കേട്ടോ. ടേബിളിൻ്റെ അടിയിലായാലും സോഫയുടെ അടിയിലൊക്കെ ആയാലും നമ്മൾ ചൂലെത്തുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് അടിച്ച് വാരി എടുക്കുക. ഇതുപോലെ ഡെയിലി നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഭാഗത്തൊക്കെ ഡെയിലി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ടി വി സ്റ്റാൻഡിൻ്റെ നേരെ താഴെയുള്ള ഈ ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ, അത് നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. പിള്ളേർ നല്ല ഐസ്ക്രീമിൻ്റെ എന്തൊക്കെയോ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനൊന്ന് ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ലച്ചുവും ഏട്ടനൊക്കെ വായിക്കുന്ന ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം. അതിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് എന്തെങ്കിലും പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഷേതു അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ടോയ്സും കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അത് അതിൻ്റെ സ്ഥാനത്ത് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഹോളും ബെഡ്റൂം പെട്ടെന്നൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. തുടച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കാറുള്ളത് വെള്ളത്തിൽ കുറച്ച് നമ്മുടെ ഡെറ്റോൾ ഉണ്ടാവുമല്ലോ, അതും അതേപോലെ പാത്രം കഴുകുന്ന നമ്മുടെ ലിക്വിഡും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് തുടച്ചെടുക്കും കേട്ടോ.
ഫ്ലോറ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുക്കാൽ ഭാഗത്തോളം പണി എന്ന് പറയുന്നത് കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ളത് കുഞ്ഞു കുഞ്ഞു പണികൾ മാത്രമാണ്. ഇനിയുള്ള അടുത്ത പണി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജഗ്ഗിൽ വെള്ളം ഒഴിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. വെള്ളം കാണുന്ന സമയത്ത് എല്ലാവരും എടുത്ത് കുടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കുടിക്കുകയില്ല. ഈവൻ ഞാനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം പണികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞെന്ന് കഴിഞ്ഞാൽ ഇനിയുള്ളത് ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളം ഈ ഒരു ജഗ്ഗിലോട്ട് മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചു വയ്ക്കും. ഇനി നമുക്ക് ഈ ഒരു ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ഈ ഒരു ചെടികൾക്ക് വെള്ളം ഒഴിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ക്ലീനിങ് പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നമുക്ക് കൂടുതലൊരു എനർജി ഉണ്ടാവുക. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയുകയാണ്. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ കഴിക്കുമ്പോഴായാലും എന്തെങ്കിലും ടി വി ഒക്കെ ചെയ്യുമ്പോഴായാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആയാൽ തന്നെ നമ്മൾ വീടിൽ നിന്ന് ക്ലീനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇനിയിപ്പോൾ രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ക്ലീൻ ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് പതുക്കെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയിലൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ ഒരു ക്ലീനിങ് റൊട്ടീൻ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഇനി ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന എന്തെങ്കിലും ടിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിമിനാസ് ഫുഡ് വേൾഡ്. ബൈ.